ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ആണ്. ഇപ്പം ഞാൻ ഈ വരുന്ന കേസുകളിലൊക്കെ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരുടെ ഒരു 5ാം ക്ലാസ്, ഒരു 6ാം ക്ലാസ് അങ്ങനെയൊക്കെ എങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ 4ാം ക്ലാസ്സൊക്കെ ചോദിക്കുമ്പോൾ സ്കൂൾ വിട്ട് വരും, ട്യൂഷന് പോവും, തിരിച്ചു വരും, വീണ്ടും പഠനം. അവർക്കൊരു ഫിസിക്കൽ എക്സസൈസ് ഇവർക്കാർക്കും തന്നെ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ലായിരുന്നു. അല്ലെ കുറച്ചു നേരം TV-യുടെ മുമ്പിലോ മൊബൈലിൻ്റെ മുമ്പിലോ അവരിയ്ക്കും, നല്ലത് ഒരു ഫിസിക്കൽ എക്സസൈസ് ഇല്ല. നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ എനർജി ലെവൽ കൂട്ടുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഇൽനെസ് കുറയ്ക്കുകയും നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അതാണ് കളികളുടെ അല്ലെങ്കിൽ കായിക വിനോദത്തിൻ്റെ പ്രാധാന്യം. എത്ര പേരൻസിനോട് ഇത് പറഞ്ഞാലും അവരതിനെ അനുവദിക്കത്തില്ല. കുട്ടികൾ വന്ന് പറയും, ഞാൻ കോട്ടയം ഗിരിദീപ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഗിരിദീപത്തിൽ CBSE സിലബസ് ഉണ്ട്, സ്റ്റേറ്റ് സിലബസ് ഉണ്ട്, കോളേജ് ഉണ്ട്, MBA സ്കൂളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കറിയാം 3.5 വയസ്സ് തൊട്ട് ഒരു 28-29 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ ഞാൻ ഒരു ക്യാമ്പസിൽ തന്നെ കാണുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ഇവരോട് വർഷങ്ങളായിട്ടുള്ള ഇടപെടുന്നതുകൊണ്ടും ഇവരുടെ മാതാപിതാക്കളെയൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഈ ഫിസിക്കൽ എക്സസൈസിന് ഒട്ടും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. ആ ഫിസിക്കൽ എക്സസൈസ് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് അവരൊരു മെൻ്റൽ ഫിറ്റ്നസ്സിലേക്ക് അവർ മാറുന്നത്. ഞാൻ പറയുന്നത് പരീക്ഷയെക്കാളും മാർക്കിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിയുടെ മാനസിക ആരോഗ്യം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുറച്ച് നേരം എല്ലാ ദിവസവും കുട്ടികൾക്ക് ഓടുകയോ ചാടുകയോ സ്വിമ്മിങ്ങോ സൈക്ലിങ്ങോ ജോഗിങ്ങോ ഫുട്ബോൾ കളിക്കുകയോ എന്തെങ്കിലും ഒക്കെ സ്കിപ്പിങ്ങോ എന്തെങ്കിലും എക്സസൈസ് കുട്ടികൾക്ക് കൊടുക്കണം. അത് അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാനും ഒക്കെ അത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ നിങ്ങളുടെ സ്ലീപ്പ് ഹൈജീൻ. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് പുരാതനമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയൊക്കെ ഇടിച്ചു കയറി വരുമ്പോൾ അതിൻ്റെ റിഥവും താളവും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കൃത്യസമയത്ത് ഒരു 10-11 മണിക്കുള്ളിൽ കിടന്നുറങ്ങുകയും രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോവുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കൃത്യത തന്നെ വേണം ഇവിടെ. നമ്മൾക്ക് അറിയാം, ഗൂഗിളിൻ്റെ CEO ആയിരുന്ന പാഞ്ചെ പറഞ്ഞത്, അദ്ദേഹം അമേരിക്കയിൽ 27 വർഷം മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കുന്നു, എക്സസൈസ് രാവിലെ ചെയ്യാൻ സമയമില്ല, ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്നു എന്നാണ് സുന്ദർ പറഞ്ഞേക്കുന്നത്. ഈ അടുത്ത സമയത്തിൻ്റെ അഭിമുഖത്തിൽ ഞാനത് കേട്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ലീപ്പ് ഹൈജീൻ വളരെ അത്യാവശ്യം. കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽക്കുക വളരെ അത്യാവശ്യമാണ്. ബ്രെയിനിന് വേണ്ടി ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണത്. അതുപോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റി, അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്ത്, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതാണ് ഒരു നാച്ചുറൽ ആൻഡ് ഓർഗാനിക് വളർച്ചയാണ് നിങ്ങൾക്ക് വേണമെന്ന് നമ്മൾ പറയുന്നത്. ബിലോങ്നെസ്, വീട്ടിനുള്ളിൽ നിന്നുള്ള ബിലോങ്നെസ് ഒക്കെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ വേണം. അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കുട്ടികൾക്ക് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൗൺസിലിങ്ങിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, അവരുടെ കാര്യങ്ങൾ പറയാൻ പോലും ചിലർക്ക് അറിയത്തില്ല. ഒരു വാക്ക് പറയുന്നതിനിടയിൽ ഐ ലൈക്ക് ഇങ്ങനെയൊക്കെ വെച്ച് അവർ സംസാരിക്കുന്നത്. എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് കൊണ്ടുവരണ്ട, മലയാളത്തിൽ പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് അവതരിപ്പിക്കുക. അവർക്കറിയത്തില്ല പറയാൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, സ്വന്തം ക്ലാസ്സിൽ നിന്ന് അത് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഒരു വർഷം ഒരു ക്ലാസ്സിൽ ഇരുന്നാലും തൊട്ടടുത്തിരിക്കുന്ന ആളിൻ്റെ വീട് എവിടെയാണെന്നോ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നോ സഹോദരങ്ങളുണ്ടോ ഇത്ര ഒരു 3-4 കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പേരൻ്റ് ഒരു പരാതി എന്നോട് പറഞ്ഞു, സ്കൂളുകാരൊക്കെ ഇപ്പം ഒട്ടും കുറച്ച് ലെഷർ ടൈം ഒന്നും കൊടുക്കുന്നില്ല കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇത് ഓഫ്ലൈൻ കാലത്ത് തന്നെ നിങ്ങളുടെ മക്കളോട് ഒരു ക്ലാസ്സിലെ ബാക്കി ഇന്നാരെ അറിയാവൂന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്ത് പോലുമില്ല. ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും കൂടെയുള്ള വ്യക്തി എവിടെ നിന്ന് വരുന്നെന്നോ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നെന്നോ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ സ്വന്തം ക്ലാസ്സിൽ നിന്ന് തുടങ്ങുക, സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ സോഷ്യൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യണം. എന്താണ് മോറൽസ്, എന്താണ് വാല്യൂസ്, എന്താണ്, അതുപോലെ എങ്ങനെയാണ് എമ്പതി ഉണ്ടാക്കിയെടുക്കുന്നത്, ഇങ്ങനെയുള്ള സോഷ്യൽ വാല്യൂസ്, മാനേഴ്സും ഡിസിപ്ലിൻസും ഒക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടത്? സോഷ്യൽ വാല്യൂസ്, നമ്മൾ സോഷ്യൽ സ്കിൽസ്, ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ റെസിലൻസ് സ്കില്ല്,
ഇന്നതില്ല. ആർക്കും ഒരു അതിജീവനം ഇന്നില്ല. എന്തുകൊണ്ടാണ് മക്കൾ ഇന്ന് അതിജീവനത്തിന്റെ പാതയിലേക്ക് വരാത്തത് എന്ന് മാതാപിതാക്കൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അതിജീവനം എന്താണ്? അതിജീവനം ഇറ്റ് ഇസ് ലൈക്ക് എ റബ്ബർ ബോൾ എന്ന് ഞാൻ പറയും. എത്ര ആഞ്ഞടിക്കുന്നു അത്രയും ശക്തിയുടെ ആ ബോൾ തിരിച്ച് നമ്മളിലേക്ക് വരിക. എന്ത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഡ്രോമാസ് ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, വീണ്ടും ഒരു സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ട്, ഒരു എനർജറ്റിക് ആയിട്ട് മുൻപോട്ട് പോകാൻ. നമ്മുടെ മക്കളെ എല്ലാ സുഖലോലുവിലും വളർത്തുമ്പോൾ കുട്ടികൾക്ക് റെസിലിയൻസിന്റെ ആവശ്യം കിട്ടുന്നില്ല. ഞാൻ അടുത്ത സമയത്ത് വായിച്ചൊരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. എത്രയും ജീവിതത്തിലെ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയോ, പ്രതിസന്ധികളെ നേരിട്ടോ, അവരാണ് ജീവിത വിജയം വരിച്ചവര്. അല്ലാതെ ശാന്തമായ ഒരു സമുദ്രത്തിൽ കൂടെ ഒരു ബോട്ട് ഓടിച്ചു പോകുന്ന അല്ല ജീവിതം എന്ന് പറയുന്നത്. കുട്ടികളെ പ്രതിസന്ധികൾ കൂടെ തന്നെ കടത്തി വിടണം. നമ്മൾ അതുകൊണ്ടാണ് ഈ അടുത്ത സമയത്തൊക്കെ ഒരുപാട് ആത്മഹത്യകളും ഇറങ്ങിപ്പോക്കുകളും മരണങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഒരു ചെറിയ കാര്യം വരുമ്പോൾ കുഞ്ഞിനെ താങ്ങാൻ പറ്റുന്നില്ല, അതിനെ മറ്റൊരു ആംഗിൾ ചിന്തിക്കാൻ പറ്റുന്നില്ല, മറ്റൊരു സഹായം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരിടത്തൊരു സഹായത്തിന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു 100,000 വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. പക്ഷെ അത് ചോദിച്ചു വാങ്ങിക്കാനോ ഒരു ഹെൽപ്പ് എടുക്കാനോ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സ്കിൽസ് ഒക്കെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇത് ആവശ്യമുള്ളൊരു ഘടകമാണ് നമ്മൾ തിരിച്ചറിയുക. വളരെ ചെറിയ കുട്ടിയിൽ തന്നെ ഈ സ്കിൽസൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളെല്ലാം കൗമാരാകുമ്പോഴാണ് കുട്ടികളെ വളർത്താൻ ശ്രമിക്കുന്നത്. അല്ല, 10 വയസ്സിന് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ആർജിച്ചിരിക്കണം. രണ്ടാമത്തെ ഒരു സ്കില്ലാണ് ഹോം ബേസ്ഡ് ഡെവലപ്മെൻറ്റ്. ഈ അടുത്ത സമയത്ത് ഒരു വലിയ കമ്പനി അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്, ഉദ്യോഗാർത്ഥികളോട് ചോദിച്ച ഒരു 5 ചോദ്യമായിരുന്നു. നിങ്ങൾ വീട്ടിൽ കുക്കിങ്ങിൽ ഏർപ്പെടാറുണ്ടോ? നിങ്ങൾ വീട്ടിൽ ക്ലീനിങ്ങിൽ ഏർപ്പെടാറുണ്ടോ? നിങ്ങൾ വീട്ടിൽ വാഷിങ്ങിൽ ഏർപ്പെടാറുണ്ടോ? അടുത്ത ചോദ്യം, നിങ്ങളുടെ വീട്ടിലെ ഫിനാൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 5ാമത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള നിങ്ങളുടെ സംസർഗം എങ്ങനെയായിരുന്നു? ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ചോദിച്ച ചോദ്യങ്ങൾ ഇതായിരുന്നു. നമുക്കൊക്കെ വളരെ അതിശയം വരും. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, അവർ പറയുന്നത് ഇവരൊക്കെ മാർക്കുണ്ട്, ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിലൊക്കെ ഇവർ വിജയിക്കും. പക്ഷെ ഈ ഇത്രയും കാര്യങ്ങൾ അറിയാത്ത ഒരാളെ ഈ കമ്പനിക്ക് ആവശ്യമില്ല. കൊളാബറേറ്റ് ചെയ്തും ഒരുമിച്ച് ജോയിൻ ചെയ്തും ഒരുമിച്ച് കൂടിയും ഷെയർ ചെയ്തും പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാനൊക്കെ ഇവർക്ക് അറിയണമെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ അവർ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു 23-കാരൻ വന്നു. അത് ഞാൻ വിഷയം പിന്നെ അടുത്ത ഇതിൽ ഞാൻ പറയാം. ഞാൻ ചോദിച്ചു, 23 വയസ്സുണ്ട്, എഞ്ചിനീയറിംഗ് പാസ്സായ ഒരാളോട് ഞാൻ ചോദിച്ചു, കഴിക്കുന്ന പ്ലേറ്റ് ആരാണ് കഴുകുന്നത്? അപ്പം അമ്മ ഇപ്പുറത്തെ വശത്തിരിക്കുക, ഇങ്ങനെ എന്നെ ചൂണ്ടി കാണിച്ച് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ആ വിരൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു, ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. അമ്മ തൻ്റെ ജോലിക്കാരിയോ വേലക്കാരിയോ ചോദിച്ചപ്പോൾ തല കുനിച്ചിരുന്നു. നീ ഇടുന്ന അടിവസ്ത്രം ആരാണ് കഴുകുന്നതെന്ന് ചോദിച്ചപ്പോഴും അനക്കമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എഞ്ചിനീയറാണ്, വലിയ പഠിപ്പിച്ചൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറയുന്നത്, ഞാൻ ഇതൊക്കെ നേരത്തെ ഈ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പിതാവ് പറയുന്നു. അമ്മയും കുനിഞ്ഞിരിക്കുന്നു. ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയത്? ഇവിടെ ആരെയാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ ഇക്കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുപോയേ മതിയാകത്തുള്ളൂ. ഇവിടെ വലിയ മോഡേൺ ഭാവനകളും വെസ്റ്റേണൈസേഷനൊക്കെ ഡ്രസ്സിലൊക്കെ ആദർശങ്ങളും പറയും. പക്ഷേ ഇന്നും ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഇവരൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം സ്ത്രീയുടെ തലയിലോട്ട് വെച്ചാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ബോൾഡായിട്ടാണ് പറയുന്നത്. ഒരു പെൺകുട്ടി പറഞ്ഞു, മിസ്സേ ഞാൻ അതിനൊക്കെ കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നു, 2 പേരുടെ ഈക്വലായിട്ട് ചെയ്തേ മതിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തെ കുഴപ്പം പറഞ്ഞുകൊണ്ടും പണ്ടത്തെ കാര്യത്തെ പറഞ്ഞുകൊണ്ടും ഒന്നും ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇന്നത്തെ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റം വന്നു. അതനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തുന്ന രീതിയിൽ നമ്മൾ മാറ്റം വരുത്തിയേ ഒക്കത്തുള്ളൂ.
ഫാമിലി പ്രോബ്ലംസും ഫാമിലി പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ബേസായിട്ട് കിടക്കുന്ന ഒരു ബേസിക് കാര്യം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങൾ ഹോം ബേസ്ഡാണ്. നിങ്ങളുടെ പിതാവ് പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മയുടെ മുഖം ഒന്ന് വാടിയിരുന്നാൽ എന്താണ് അമ്മയുടെ മുഖം ഒന്ന് വാടിയിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ? അമ്മ കിടന്ന് അധ്വാനിക്കുമ്പോഴും തോണ്ടി ഇരുന്നാൽ ജീവിതം മുഴുവൻ തോണ്ടത്തെ ഉള്ളെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ മാർക്കോ ഒന്നും നിങ്ങളിവിടെ രക്ഷിക്കുകയില്ല. ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഇവിടെ 3 പേര് കാനഡയിലേക്ക് പഠിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ തിരുമേനിക്കറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട്. അപ്പോൾ ഇതിൽ 2 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ്. അവരൊരു അപ്പാർട്ട്മെന്റ് എടുത്തു. അപ്പം ആ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ടോയ്ലറ്റൊക്കെ വളരെ വേഗം കഴുകുകയും വൃത്തിയാക്കുകയും ചെയ്യുമ്പോൾ മറ്റേ ആൺകുട്ടി കൈകെട്ടി നിൽക്കുകയാണ്. അപ്പം അവൻ ചോദിക്കുന്നു ഇവരോട്, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അപ്പം അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പഠിച്ചു. അയ്യോ, എൻ്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കേൾക്കുന്ന മാതാപിതാക്കളോടൊക്കെ ഞാൻ കൈകൂപ്പി എന്ന് പറയുകയാണ്, കേംബ്രിഡ്ജിൽ നിന്നോ ഓക്സ്ഫോർഡിൽ നിന്നോ അത് കിട്ടത്തില്ല. നിങ്ങളുടെ വീട്ടിനകത്ത് നീ പരിശീലനം കൊടുക്കണം. ഇതൊന്നുമില്ലാതെ വളർന്ന് മുമ്പോട്ട് പോകുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെ എന്തിനേയും അഭിമുഖീകരിക്കാൻ പറ്റാതെ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു യുവജനത്തെ നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെ ചെയ്തു വരും. അവിടെ നിന്നാണ് കോൺഫിഡൻസ് ലെവൽ. ഒരു 10 തുണി ഉണങ്ങി വെക്കുമ്പോൾ, പാത്രം ഒന്ന് കഴുകി വെക്കുമ്പോൾ, തൻ്റെ റൂമൊന്ന് വൃത്തിയാക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞു, ഇതിലൊക്കെ ഒരു സന്തോഷം, എനിക്ക് ഇത്രയും പറ്റി, ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചെന്നൊരു ആ ഫീൽ ചെയ്യണം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യാത്തൊരവസ്ഥയിൽ കൂടാണ് കടന്നു പോകുന്നത്. ഒരു സെൽഫ് ടോക്ക് നടത്തണം. എല്ലാവരോടും ഞാൻ പറയും, നമ്മൾ എപ്പോഴും ഇങ്ങനെ ടോക്കറ്റീവായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ഇന്റേണൽ ടോക്ക് നമ്മൾ എപ്പോഴും നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫാദർ പറയുക, ഇപ്പം മൊബൈൽ എടുക്കണ്ട എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നത് എനിക്ക് തന്നാൽ എന്താ? അപ്പോഴും നമ്മളൊരു ഇന്റേണൽ ടോക്ക് നടത്തണം. എന്തുകൊണ്ട് പപ്പ അത് പറഞ്ഞത്, അല്ലെ എന്തുകൊണ്ട് അമ്മ അത് പറഞ്ഞത്, അല്ലെ എന്തുകൊണ്ട് ടീച്ചർ അത് പറഞ്ഞത്, അല്ലെ എന്തുകൊണ്ട് അച്ഛൻ അത് പറഞ്ഞു? വൈ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ കൊച്ചിലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണ ഇന്റേണൽ ടോക്ക് വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഇന്റേണൽ ടോക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്റേണൽ ടോക്ക് നടത്തുന്നവരാ. ഓരോ കാര്യങ്ങളും നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 8 വയസ്സ് വരെ നമുക്ക് കുട്ടികളെ പേടിപ്പിച്ചൊക്കെ നിർത്താം. അത് കഴിഞ്ഞ് കോമൺ സെൻസ് ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ അവിടെ കോമൺ സെൻസ് പഠിപ്പിക്കത്തില്ല. നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്ത് നിൽക്കും. കോമൺ സെൻസ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയില്ല. അടുത്തൊരു ഡെവലപ്മെന്റ്, കോ കരിക്കുലർ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടോ? ഓരോ കുട്ടിക്കും വിഭിന്നങ്ങളായ കഴിവുകൾ അവർക്കുണ്ട്. വരയ്ക്കുക, ചാടുക, ഓടുക പോലെ തന്നെ അവർക്ക് എന്തെല്ലാം വെജിറ്റബിൾ കാർഗിനുള്ള കഴിവായിരിക്കാം, കൊളാഷ് ചെയ്യാനുള്ള കഴിവായിരിക്കാം, വായിക്കാനുള്ള കഴിവായിരിക്കാം, കവിത എഴുതാനുള്ള കഴിവായിരിക്കാം. എന്തൊക്കെ നമ്മൾ ഈ കോവിഡ് കാലത്ത് കുട്ടികളുടെ ഒരുപാട് കഴിവുകൾ നമ്മൾ കണ്ടു. ആ കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഒരു കോമ്പിറ്റൻ്റ് ആകുന്ന അപ്പോഴാണ് അവര്. ഇതൊന്നും നമ്മളിന്ന് നടത്താതെ ട്യൂഷൻ വിട്ട് മാർക്കിന് വേണ്ടി അല്ല നിങ്ങൾ നടക്കുന്നത്. എത്രയോ ക്ലാസ്സിൽ എത്രയോ കൗൺസിലേഴ്സ്, എത്രയോ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വിട്ടു പോകുന്നല്ലാതെ കണ്ട് ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരികയില്ല. ഒരു കുട്ടി പറയാം, മിസ്സേ ഇപ്പം ഞാൻ കാണുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന ഫസ്റ്റ് ഇയർ ആണ്. ഒരു കുട്ടി എന്നോട് പറയാം, മിസ് എനിക്ക് നല്ല സ്പോർട്സിൽ താല്പര്യമുള്ളവരാണ്, അച്ഛനും അമ്മയും അത് സമ്മതിക്കത്തില്ല വിടാൻ. അപ്പോൾ ഈ കുറച്ച് പഠന വൈകല്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പബ്ലിക് കോളേജിലാണ് പഠിച്ചത്. പബ്ലിക് കോളേജിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സ്ഥലമാണ് പബ്ലിക് കോളേജ്. അതെല്ലായിടത്തും വാലിഡുമാണ്. അപ്പോൾ പറയായിരുന്നു, മിസ്സേ എൻ്റെ ആ കഴിവിനെ ഒന്ന് എടുത്ത് എനിക്ക് കൊണ്ടുവരാൻ, അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. എനിക്ക് അതുകൊണ്ട് ഒരുപാട് നിരാശയാണ്. ഞാനിപ്പോൾ ഇവിടെ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും എനിക്ക് അതാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അതിന് പോകേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും പേരൻസ് എന്നെ ഒന്ന് വിളിക്കാൻ പറയുകയൊക്കെ ഞാൻ ചെയ്യുകയുണ്ടായി. കുട്ടികളുടെ കഴിവ്, അഭിരുചി അത് വളരെ പ്രധാനമാണ്. ആ സ്കിൽ അവർ ഡെവലപ്പ് ചെയ്യട്ടെ. നമ്മൾ എന്തിനാണ് അവരോട് അതിനെ തടസ്സം നിൽക്കുന്നത് എനിക്കറിയത്തില്ല. പലരും ഒരു കുട്ടി ഒരു 30-32 വയസ്സാകുമ്പോൾ വന്ന് പറയും, മാഡം അന്ന് അവൻ പറഞ്ഞതാണ്
ആ കോഴ്സ് അവന് ഇഷ്ടമായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇന്നതിന് വിടാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് എന്ന കോഴ്സാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ സ്റ്റേണായിട്ട് നിൽക്കുക, അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തുക, അതിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ തിരക്കുക, ഏത് കോളേജാണ് നല്ലതെന്ന് അന്വേഷിക്കുക, അതിന് മുൻപോട്ട് പോകാനുള്ള എല്ലാ ചങ്കൂറ്റവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ എന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ച് അത്രമാത്രം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് അഭിരുചി അത്രമാത്രം ഉണ്ട്, അത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളുടെയെങ്കിലും സേവനം എടുക്കണം, മാതാപിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ. മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പിരിച്വാലിറ്റി. നമ്മളെല്ലാം പ്രാർത്ഥനയും കുർബാനയും നോമ്പും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ സുഹൃത്തിനെ, തൊട്ടടുത്തിരിക്കുന്ന തൻ്റെ സഹപാഠിയെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ പ്രാർത്ഥനയോ നോയമ്പോ ഉപവാസമോ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒരു ഷെയറിംഗ് ഉണ്ടോ, ഒരു കെയറിംഗ് ഉണ്ടോ, ഒരു എമ്പതി ഉണ്ടോ? തൊട്ടടുത്തിരിക്കുന്ന ആളിനെ എന്തുകൊണ്ട് എനിക്ക് തിരിച്ചറിയാം? സൺഡേ സ്കൂളിൽ പോലും 10 കുട്ടികളുണ്ടെങ്കിൽ ആ 10 കുട്ടികൾക്ക് പോലും ഏത് പള്ളിയുടെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഒരു സൺഡേ സ്കൂളിൽ തന്നെ പഠിച്ചാൽ പോലും ആരാണ് മറ്റേ ആളിൻ്റെ അച്ഛൻ, അമ്മ, അല്ലെ എവിടെ നിന്ന് വരുന്നു, ആ പ്രദേശത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നത് പോലും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് മാവരിക്ക് ഡയോസിസിൽ എടുക്കുന്ന എനിക്കറിയാം. ഒരു പള്ളിക്കാർ തന്നെ, ചിലപ്പോൾ പേര് പറയുമ്പോൾ ഒരു പള്ളിക്കാരാ, കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, എടുത്തിട്ടില്ല, ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഇനി ഇപ്പോഴത്തെ അച്ഛനാരാ? അയ്യോ ഞങ്ങളങ്ങ് ഗൾഫിൽ പോയിട്ട് 2 വർഷമായി, അതുകൊണ്ട് അച്ഛനെ അറിയത്തില്ല. ഏസ്, നിങ്ങൾ അച്ഛനെ അറിയണ്ട, കപ്പ്യാരെ അറിയണ്ട, നിങ്ങൾ ഒന്നിനെ അറിയണ്ട. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ജീവിതമേ അറിയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം എന്താണ്? നിങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കളോട് നിങ്ങളുടെ ഒരു ബർത്ത്ഡേ ഒക്കെ ഒരു ഓർഫനേജിൽ, നിങ്ങളുടെ സമപ്രായക്കാരുള്ള ഒരു ഓർഫനേജിൽ കൊണ്ടാടുവാൻ നിങ്ങൾ മാതാപിതാക്കളോട് അങ്ങോട്ട് ആവശ്യപ്പെടണം. നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, ഇവിടെ അടിച്ചു പൊളിക്കുകയല്ല, എനിക്കൊരു ഓർഫനേജിൽ എൻ്റെ കൂടെ സമപ്രായക്കാരുള്ളിടത്ത് എനിക്ക് മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന പ്രാർത്ഥനയും നിങ്ങളുടെ ഉപവാസവും ഒക്കെ എത്രയോ മഹത്വവലിക്കൽ പഠിക്കുന്നത് ആ സമയത്താണെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. പല മാതാപിതാക്കളോടും തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു അനാഥ മന്ദിരം, ഓൾഡ് ഏജ് ഹോം ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സമപ്രായക്കാരുള്ള ഒരു അനാഥ മന്ദിരം കാണിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് അതിന് ഉത്തരമില്ലാതെ പോവുകയാണ്. വണ്ടർ വേൾഡും മറ്റും ഒക്കെ നിങ്ങൾ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, അവർക്ക് ഉത്തരമില്ല. ഇവൻ പഴയ സെമിനാരിയോ ദേവലോകോ കാണിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതുപോലും കാണിക്കാത്ത മാതാപിതാക്കളും കണ്ടിട്ടില്ലാത്ത കുട്ടികളും ഈ സൺഡേ സ്കൂളിലും ബാലബാലിക സമാജത്തിലും ഉണ്ട് എന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. പിന്നെ സഭയോട് സ്നേഹമില്ല, സഭയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ വളരെ ചെറുപ്പത്തിലെ ഞാൻ പറഞ്ഞ പോലെ അവരൊക്കെ ഫീലിംഗ് ലെവൽ, ഒരു ആക്ഷൻ ലെവൽ, ഒരു ഡൂയിങ് ലെവലിൽ, ഒരു വിഷ്വൽ ലെവലിൽ എത്തിക്കുക എന്നുള്ള സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാലസമാജത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് തിരിച്ചറിവുണ്ടായിരിക്കണം. നമ്മൾ ചേഞ്ച് ചെയ്യണം, നമ്മുടെ മൊഡാലിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യണം. ഈ കാലത്തെ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മൊത്തം ഒരു സ്ട്രക്ചറൽ മാറ്റങ്ങൾ വരണം. അത് ആധ്യാത്മികയിൽ ഊന്നിയ ചേഞ്ചസ് തന്നെ ആയിരിക്കണം. അതിനൊക്കെ അധികാരിപ്പെട്ടവർ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക തന്നെ വേണം. ഒരു സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് കുട്ടികളിൽ ഏത് വിധത്തിൽ നടക്കണമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ കുട്ടിയുടെ കമാൻഡറാകാം. നിങ്ങളുടെ കമാൻഡേഴ്സ് ആകണം. അച്ഛനോ അമ്മയോ അല്ല, നിങ്ങളുടെ കമാൻഡേഴ്സ് ആകണം. എങ്ങനെ ചില കാര്യങ്ങളോട് നോ പറയണം, എങ്ങനെ യേശു പറയണം. ഒരു ഓട്ടോ സജഷൻ എനിക്ക് തന്നെ കൊടുത്തിരിക്കണം. ഞാനായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ കമാൻഡർ. വൈ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ കമാൻഡർ ആകാൻ സാധിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ, നമ്മുടെ ഹോം ബേസ്ഡ് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മളൊരു കോൺഫിഡൻസിലേക്ക് വരികയാണ്. സോഷ്യൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ നമ്മളൊരു കോമ്പിറ്റൻസിലേക്ക് വരികയാണ്. നമ്മൾ ഒരു കമ്പാഷനേറ്റിലേക്ക് നമ്മൾ കടന്നു വരിക, ഒരു കമ്പാഷൻ ആകുകയാണ് നമ്മൾ. ഈ തലത്തിലൊക്കെ കുട്ടികളെ നമ്മൾ വളർത്തി വലുതാക്കി തന്നെ ചെയ്യണം. ഇന്ന് പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുമ്പോൾ അവരെക്കുറിച്ച് തുറന്നു പറയാനോ, വീട്ടിലുള്ളവരെ കുറിച്ച് പറയാനോ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാനോ, അല്ലെങ്കിൽ വല്യപ്പച്ചനും വല്യമ്മച്ചി ആരെന്ന് പറയാനോ, അപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ ആരെന്ന് പറയാനോ ഒന്നും ഇന്ന് കുട്ടികൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, അല്ലെങ്കിൽ ഇത് കാണുന്ന ഓരോരുത്തരും അവരോട് ചോദിച്ചാൽ എന്നിട്ട് കുട്ടി ഒരു പ്രണയത്തിലൊക്കെ വന്നാലും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്കറിയാം. പ്രണയം ഒരു തെറ്റല്ല, അതൊരു വികാരമാണ്.
അത് ആദ്യം മനസ്സിലാക്കുക. കുട്ടികളെ പ്രണയം തെറ്റാന്ന് പറഞ്ഞല്ല മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതെന്ന് വിനീതമായിട്ട് പറയുകയാണ്. ഒരു 2 ആഴ്ച മുമ്പ് ഇതിനെക്കുറിച്ച് നല്ല ഒരു സെമിനാർ അഭിമന്യ തിരുമേനിയും ഞാനൊക്കെ ഉണ്ടായിരുന്നു. മൈലപ്പുറ പള്ളിയിൽ വെച്ച് അവിടുത്തെ യൂത്ത് ഒരു വളരെ വലിയൊരു സെമിനാർ അവിടെ നടത്തുകയുണ്ടായി. ഒരു സംവാദം തന്നെ ആയിരുന്നു അവിടെ. അതിൽ കിടപ്പുണ്ട്, നോക്കണം. അത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം. നമ്മുടെ കൾച്ചറിനെ മുഴുവൻ എടുത്തു കളഞ്ഞല്ല നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു 23 വയസ്സുകാരൻ എൻ്റെ അടുത്ത് വന്നത് അവൻ്റെ ഒരു പ്രണയ പ്രശ്നവുമായിട്ടാണ് വന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ 6 മന്ത്സായി, 6 മാസമായി. അപ്പം അദ്ദേഹം വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം പ്രണയമുണ്ട്. അപ്പോൾ ഇങ്ങനെ അവന് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നപ്പം കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ പ്രണയമുണ്ട്, എനിക്കൊരു പ്രണയം കിട്ടുന്നില്ലല്ലോ, എനിക്കൊരാളെ പ്രണയിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അവൻ്റെ ഇൻറ്റിമേറ്റ് കൂട്ടുകാരൻ പറയുന്നത്, ആ പെങ്കൊച്ച് നല്ലൊരു പെങ്കൊച്ച്, നല്ലതായിട്ട് ഫുട്ബോളൊക്കെ കളിക്കും, നിനക്ക് വേണമെങ്കിൽ അതിനെ പ്രേമിച്ചു. അപ്പോൾ ആ കുട്ടി അന്ന് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവനൊക്കെ നോക്കിയപ്പോൾ ഏകദേശമൊക്കെ അയാൾക്കൊന്ന് ഇഷ്ടപ്പെട്ട, മുടിയെ ഇഷ്ടപ്പെട്ടെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, പ്രണയമൊക്കെ തുടങ്ങി രണ്ടുപേരും കൂടെ. ഇപ്പോൾ 2 വയസ്സിന് താഴെ നിൽക്കുന്നു. ഇപ്പോൾ പയ്യൻ 23, പെങ്കൊച്ച് ഇപ്പോൾ 21 വയസ്സിൽ നിൽക്കുന്നു. +2 കഴിഞ്ഞ് പയ്യൻ എഞ്ചിനീയറിംഗിലേക്ക് പോയി, പെൺകുട്ടി മറ്റൊരു പ്രൊഫഷണൽ ഇതിലേക്ക് മാറിപ്പോയി. ആ കുട്ടിയെ സംബന്ധിച്ച് കുറച്ചുകൂടെ അവൾ വേറൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്തേക്കൊക്കെ പോയി, അങ്ങനെയുള്ള പഠനങ്ങളിലൊക്കെ പോയി, കുറച്ചുകൂടെ വിശാലമായ ലോകത്തേക്കും കുറച്ചുകൂടെ നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ലോകത്തേക്കൊക്കെ പോയി. ഇവനെ സംബന്ധിച്ച് ഇവന് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പയ്യനെ സംബന്ധിച്ച് പയ്യനെ വിളിക്കുമ്പോൾ അവൾ ഫോൺ എടുക്കണം, പയ്യൻ സംസാരിക്കേണ്ട സമയത്ത് അവളുടെ ഫോൺ എൻഗേജ്ഡ് ആകാൻ പാടില്ല. ഇങ്ങനെ കുറേ നിർബന്ധ ബുദ്ധികളൊക്കെ ആയിട്ട് നിന്നു. കുറച്ച് കഴിയുമ്പോൾ അവൾ പറഞ്ഞു, എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു, മറ്റാരുടെയും കൂടെ ഒന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അങ്ങനെ പുറത്ത് പോകുന്നത് ശരിയാണോ? ഞാൻ ചോദിച്ചു, അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകുന്നതിന് എന്ത് തെറ്റാ താൻ കാണുന്നത്? അല്ല, അവൻ വല്ല ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അല്ലാതെ അവൻ്റെ കൂടെ പുറത്ത് പോകണ്ട. അപ്പം ഞാൻ ചോദിച്ചു, ആ ഫ്രണ്ടിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമുള്ളൊരു ഫ്രണ്ട് ആക്കുകയാണോ? ചിലപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോയി കാണും, അവരൊന്നിച്ച് പഠിക്കുന്നവരാ, ചിലപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗത്ത് പോയി കാണുമായിരിക്കും. അത് എൻ്റെ വീട്ടിൽ അമ്മ അപ്പൻ പറയുന്ന പോലൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ പറയും, ഇതാണ് ഇവിടുത്തെ പ്രശ്നം കിടക്കുന്നത്, ഇതാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് കിടക്കുന്നത്. അപ്പം മാഡം ഇപ്പം പഴയ പോലെ സ്നേഹമില്ല. ഞാൻ പറഞ്ഞു, ഇല്ലായിരിക്കാം. താൻ പ്രേമിച്ച് 10ാം ക്ലാസ്സിൽ, അവൾ 10ാം ക്ലാസ്സിൽ, താൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? തനിക്ക് 17 വയസ്സും 17 വയസ്സും അവൾക്ക് 16-15 വയസ്സേ ഉള്ളൂ. അന്ന് നിന്ന് ആ കുട്ടിയെ, പെൺകുട്ടിയല്ല ഇതൊന്നും മനസ്സിലാക്കണം. താൻ ഒട്ടും ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷെ ആ പെൺകുട്ടി വളരെയധികം ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇപ്പം ആ പെൺകുട്ടി പറയുന്നത്, ഇങ്ങനെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ. പക്ഷെ അവരുടെ വീട്ടിലൊക്കെ സപ്പോർട്ട് തന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അപ്പോൾ ഈ പെൺകുട്ടി ഫോൺ എടുത്തില്ല, ഇവളുടെ അച്ഛനെ വിളിക്കും ഉടനെ, അല്ലെങ്കിൽ ഇവളുടെ ബന്ധുവിനെ വിളിക്കും. ഞാൻ ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? താൻ ഇമോഷണലി അൺസ്റ്റേബിളായിട്ട് കിടക്കുന്നതുകൊണ്ട് താനത് ചെയ്യുന്നത്. തൻ്റെ സ്നേഹമല്ല, ഒരു അടിമത്വമാണ് അവിടെ കാണിക്കുന്നത്. താനിതിന് ആ കുട്ടി ഫോൺ എടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഫോൺ എടുത്തോളും. അപ്പം ചുരുക്കം പറഞ്ഞാൽ, ഇപ്പം ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിക്ക് കുറച്ചൊരു മാറ്റത്തിലേക്ക് പെൺകുട്ടി മാറി. ഇങ്ങനെ എപ്പോഴും പുറകെ നടന്ന് വിളിക്കുക, ശല്യം ചെയ്യുക, അവൾ പറഞ്ഞ ഡ്രസ്സ് ഇടണം, ഇവൻ പറയുന്നിടത്ത് മാത്രമേ പോകാനൊക്കത്തുള്ളൂ, ഇവൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണം, അത് നടക്കത്തില്ല എന്ന് പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. 2ാമത്തെ സെഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു, മാഡം 3 ദിവസമൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തപ്പോൾ അവളുടെ ഫോട്ടോ കണ്ടു. അപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം. അപ്പം ഞാൻ അവിടെ കോൾ ചെയ്തു, അവൾ എടുത്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, വീഡിയോ കോളിൽ കാണണം. ഞാൻ ചോദിച്ചു, ആ കുട്ടി ഒരു പ്രോജക്റ്റിലാണെന്നല്ലേ താങ്കൾ പറഞ്ഞു, പിന്നെ ഇതിനെ വീഡിയോ കോളിൽ കൂടെ കാണുന്നത്? അത് മാഡം എനിക്ക് അന്നേരം അങ്ങനെ കണ്ടേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഇത് തൻ്റെ സ്നേഹമല്ല, താൻ തിരിച്ചറിഞ്ഞാട്ടെ തൻ്റെ ഇന്ന വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുന്നു, അതാണ് താൻ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പം മാഡം, ഞാൻ പഴയ പോലെ അവളെ സ്നേഹിച്ചാൽ ഞാൻ മുൻപോട്ട് പോവാം. ഞാൻ അടിവരയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ആ പെങ്കൊച്ച് പഴയ പോലുള്ള സ്നേഹത്തിൽ വരത്തില്ല. നിങ്ങളുടെ കൗമാരകാലത്ത് ചില ശാരീരിക മാറ്റങ്ങളും ചില ഹോർമോൺ വ്യതിയാനങ്ങളും ചില കെമിക്കൽസും കൊണ്ടുണ്ടായി ഇപ്പോൾ തോന്നി ഒരു വികാരമായിരുന്നു, ഒരു ഇൻഫാക്ച്വേഷൻ, ഒരു ഭ്രമമായിരുന്നു, ഒരു ലസ്റ്റായിരുന്നു, ഒരു റൊമാൻസ് ആയിരുന്നു. അതിനെ പ്രണയം എന്ന് പേര് കൊടുത്തത് താനാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പെൺകുട്ടി കുറച്ചുകൂടെ കാര്യം പ്രാപ്തിയിലേക്ക്, മനസ്സിലാക്കലിലേക്ക് കടന്നിരിക്കുന്നു. അപ്പം അത് നമ്മളവിടെ തിരിച്ചറിയുകയും നിങ്ങളുടെ ഇമോഷൻസിനെ, തൻ്റെ ഇമോഷനെ താൻ ബാലൻസ് ചെയ്തേ ഒക്കത്തുള്ളൂ.
അപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ 6 മാസം സമയം ചോദിച്ചു. ഞാൻ 6 മാസം ചോദിച്ചാൽ വെയിറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ, അതല്ലാതെ ആ പെൺകുട്ടിയെ പോയി ശല്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു അതവിടെ ഇരിക്കട്ടെ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസം. ഞാൻ ചോദിച്ചു എന്തോ ചെയ്തു? എന്നാൽ അപ്പനെ കൂടെ അകത്ത് ഞാൻ വിളിച്ചു, പയ്യനോട് സംസാരിച്ച് കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം. അപ്പം പറഞ്ഞു മാഡം തോണ്ടിയിരിക്കുക, വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല, എനിക്കൊരു ഫാക്ടറി ഉണ്ട്, അവിടെ പോലും ഒരു 5 മിനിറ്റ് വന്ന് ഇരിക്കത്തില്ല. അപ്പം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി. അപ്പം ഞാൻ വീണ്ടും പയ്യനിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യമില്ലാത്ത ഒരാൾ എങ്ങനെ? പ്രണയത്തിന് വലിയ ഉത്തരവാദിത്തം, വലിയ റെസ്പോൺസിബിളാണ് പ്രണയം എല്ലാ കാലത്തും ഉണ്ട്, കൗമാരകാലത്ത് മാത്രമല്ല പ്രണയം, ഏത് കാലത്തും പ്രണയം എന്ന വികാരമുണ്ട്. അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. അതൊരു ഇമോഷൻ ബാലൻസ് ഉണ്ട്, അല്ല ചുമ്മാ കയറി പ്രണയിക്കുകയല്ല. അപ്പൊ ഈ സ്വന്തം ഉത്തരവാദിത്തം, സ്വന്തം പ്ലേറ്റും കഴിയത്തില്ല, അടിവസ്ത്രവും കഴിയത്തില്ല, മുറിയും വൃത്തിയാക്കത്തില്ല, പിന്നെ അയണും ചെയ്യാത്ത ഒരാളെ എങ്ങനെ താൻ ഇനി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകുകയായിരുന്നു. അതുകൊണ്ട് പ്രണയം ഇവിടെ തെറ്റൊന്നുമല്ല. മാനസിക ആരോഗ്യമുള്ള വ്യക്തികളെ വേണം പ്രണയിക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിനകത്തുള്ള വേറൊരു ബ്രെയിൻ്റെ ഒരു സിസ്റ്റത്തിലൊരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കൗമാര പ്രായത്തിൽ കൂടുതലും നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് ബ്രെയിനാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എടുത്ത് ചാടുന്നതും വടക്കിടുന്നതും ദേഷ്യപ്പെടുന്നതും ഇപ്പോൾ കാണിച്ചതാന്ന് പറയുന്നത്, ഓപ്പോസിറ്റ്സ് അട്രാക്ഷൻ തോന്നുന്നു, എല്ലാം ഒരു ബ്രെയിന് വലിയൊരു കളയുണ്ട് ഇതിനകത്ത്. ഒരു 10-20 വയസ്സാകുമ്പോഴാണ് നമ്മുടെ തിങ്കിങ് ബ്രെയിൻ്റെ ഒരു ആക്ടിവേഷൻ ഉണ്ടാകുകയും ഇമോഷണൽ ബ്രെയിൻ പതുക്കെ താഴോട്ട് വരികയും ചെയ്യുന്നതാണ്. ഒരു 23-24 വയസ്സിലാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ ലോബായ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ വളർച്ച പൂർണ്ണമാകുന്ന 23-24 വയസ്സിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മെയിൻ ഡിസിഷൻസ് ഒക്കെ നമ്മൾ അത് കഴിഞ്ഞേ എടുക്കാവുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു കോഴ്സിൽ ചേർന്ന് ഒരു കോഴ്സ് ഇഷ്ടമില്ല, നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രസ്സ് ഇഷ്ടമില്ല മാറ്റി വാങ്ങിച്ചു, അതുപോലല്ല നിങ്ങളൊരാളെ പ്രണയിക്കുകയും അവർ ജീവിത പങ്കാളിയൊക്കെ ആക്കി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ ഒരു തിങ്കിങ് ബ്രെയിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ കറക്റ്റ് ആവുന്ന സമയത്ത് അതെടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം. പക്ഷേ അതിനു മുമ്പ് ഒരു പ്രണയത്തിലൊക്കെ വീഴും, അതിനകത്തൊരു തെറ്റൊന്നുമില്ല, അതൊരു മോശമായ കാര്യമല്ല. അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഒരു വികാരമാണ്, പ്രത്യേകിച്ച് കൗമാരത്തിൻ്റെ ഒരു ഹോർമോണിൻ്റെ ഒരു കളിയാണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. അങ്ങനെ നമ്മളത് വിചാരിച്ച് അതിൻ്റെ രീതിയിൽ എടുത്തേച്ചാൽ മതി. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ വന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളായിട്ടാണ് വന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊരു മറ്റ് ആക്രമണത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മളെ എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും എല്ലാവർക്കും തിരിച്ചറിയണമെന്നില്ല. അപ്പോൾ വളരെ എടുത്തു ചാടുന്ന സ്വഭാവമുള്ള ഒരാൾ, അല്ലെങ്കിൽ എപ്പോഴും കള്ളം പറയുക, ഒരു കോഴ്സിലും ഒരു ജോലിയിലും അടങ്ങി നിൽക്കുകയില്ല, മനസ്സിലായോ, എപ്പോഴും കബളിപ്പിക്കുക, ഇങ്ങനെയൊക്കെ പ്രകൃതമുള്ള ഒരു ആൺകുട്ടിയും ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. പിണങ്ങി അങ്ങേ അറ്റത്തെ സ്നേഹമായിരിക്കും, പിണങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വൈരാഗ്യമായിരിക്കും, എപ്പോഴും ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കുക, ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിക്കുമെന്നൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിച്ചെന്നിരിക്കും. ഇതൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. അത് കൂടുതലും പെൺകുട്ടികളിലാണ് വരുന്നത്. ആദ്യം പറഞ്ഞത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് ആൺകുട്ടികളിൽ വരും. ഇങ്ങനെയുള്ള രണ്ടുപേരോട് പ്രേമിക്കാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ രണ്ടുപേരും ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തികളാണ്. പിന്നെ നിങ്ങളുടെ ഭാഷയിൽ പറയും തേച്ചിട്ട് പോയതല്ല. ഇത് രണ്ടുപേർക്കും കാര്യത്തോട് വരാനും റെസ്പോൺസിബിലിറ്റി എടുക്കാനും പരസ്പരം മനസ്സിലാക്കാനും മറ്റേയാളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും വികാരങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒരു പ്രണയത്തെ വീഴുമ്പോൾ മനസ്സിലാക്കണം, പ്രണയിക്കുന്ന രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് മനസ്സിലാക്കണം, ഇത് മറ്റേ ആൾക്ക് കുടുംബമുണ്ടെന്നും മറ്റേ ആൾക്ക് കാഴ്ചപ്പാടുണ്ടെന്നും മറ്റേ ആൾക്ക് സ്വപ്നങ്ങളുണ്ടെന്നും മറ്റേ ആൾക്ക് കരിയറിൻ്റെ പ്ലാനുകളുണ്ടെന്നും താല്പര്യങ്ങൾ ഇഷ്ടങ്ങളൊക്കെ തിരിച്ചറിയണം. ചുമ്മാ അങ്ങോട്ട് പ്രണയിച്ച് കയ്യിലാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇനി ഞാൻ ആൺകുട്ടികളോടും പറയാം, ചില പെൺകുട്ടികളെ കയറി പ്രണയിച്ചു കഴിഞ്ഞാൽ നീരാളിപ്പിടുത്തം പോലാവും, വിട്ടുപോരാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. വളരെ ശ്രദ്ധിക്കണം. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പെൺകുട്ടികളെ കയറി പ്രേമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ വട്ടം കറങ്ങത്തേ ഉള്ളൂ. ഇപ്പോൾ വന്നിട്ടുണ്ടൊരു പയ്യന്, അതും ഈ +2 തുടങ്ങിയ പ്രണയമാണ്, പക്ഷേങ്കിൽ ഇപ്പോഴയാൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് അത്ര ശരിയാകുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അവനോട് ഈ അടുത്ത സമയത്ത് പിണങ്ങിയപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കായംകുളത്ത് നിന്ന് അവളുടെ സ്കൂട്ടറിൽ കൈനറ്റിക്കലാന്നാ പറഞ്ഞത്, വാടപ്പള്ളി ആതിരച്ചാൽ വഴി ഓടിച്ചു പോയേക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പെൺപിള്ളേരൊക്കെ എവിടെ നിൽക്കുന്നെന്ന്. ഇവനോടുള്ള വൈരാഗ്യം തീർക്കാൻ പോയേക്കാണ്. എൻ്റെ പൊന്നച്ച, എനിക്കിവിടുന്ന് എനിക്ക് കോട്ടയം വരെ ട്രെയിനിൽ പോകും, അല്ലെങ്കിൽ ഒക്കെ പോകുന്ന വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നു പറഞ്ഞാലും ഇതിനപ്പുറത്തോട്ടൊക്കെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ യുവജന, അതാണ്. അതിനെ മനസ്സിലാക്കണം. അതിനെ കുറ്റമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അത്ര ധൈര്യവും തൻ്റെ ഉള്ള കുട്ടികളാണ്.
പക്ഷെ ഈ പയ്യനെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ അങ്ങനെ നൂരിപ്പോണം നടക്കുന്ന കാര്യമല്ല. അപ്പം ഇവർ വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ച് ഏകദേശമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പിണക്കം ഇവിടെ ഉണ്ടായത്. പിണക്കം ഉണ്ടായപ്പോൾ പിന്നെ ഇത് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് വന്നു. അപ്പോൾ ഇവൻ എന്തോ ചെയ്തു, ഇവന് ചെറിയൊരു ബിസിനസ് ഉണ്ട്. ഇവൻ്റെ കടയിലിരുന്ന് ചുമ്മാ തോണ്ടിയപ്പോൾ ആരെയോ ഒന്ന് പരിചയപ്പെട്ടതാ. പരിചയപ്പെട്ട പെൺകുട്ടി ഇങ്ങനെ വരാൻ തുടങ്ങി. ആ കടയിൽ വന്നു, എടുത്തു, ഫോട്ടോ ആയി, രണ്ടുപേരും എടുത്തു. അപ്പോൾ ഇല്ല മറ്റേ ചുമ്മാതെ വേണമെങ്കിൽ അപ്പുറത്ത് കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുക. ഇവൻ കയറി പുതിയതായിട്ട് കണ്ട ഒരാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇഷ്ടപ്പെട്ടില്ല, ചുമ്മാ ടൈം പാസ്, എന്നോട് പറഞ്ഞ ടൈം പാസ് എന്നാ. അപ്പോൾ ഇവളുടെ പിണക്കമൊക്കെ കഴിഞ്ഞ് ഒന്നിക്കാൻ വന്നപ്പോഴത്തേക്കിന് ഇവിടെ വലിയ പ്രശ്നമായി. എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കാൻ നീ പെൺകുട്ടിയെ അറിഞ്ഞില്ല, ഇപ്പം പുതുതായിട്ട് വന്ന പെൺകുട്ടി, ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, ഇപ്പം സ്ത്രീകളുടെ നിയമങ്ങളൊക്കെ അറിയാമല്ലോ എവിടെ കിടക്കുന്നതെന്നൊക്കെ. പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ പല വിധത്തിൽ പീഡിപ്പിച്ചൊട്ടൊന്നുമില്ല, പക്ഷേ പീഡിപ്പിച്ചു നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുക. അപ്പം ഈ ആദ്യത്തെ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. നീ വീട്ടുകാരുടെ അവസ്ഥ, ഇവൻ പോയി ജയിലിൽ പോയി. അതുകൊണ്ട് ആൺപിള്ളേരോട് ഞാൻ പറയാം, പ്രണയിക്കുന്നതൊക്കെ നല്ല, കയറി പിടിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് നല്ല സ്വഭാവമുള്ള നല്ല രീതിയിലുള്ളവരെയൊക്കെ മാത്രമേ മുൻപോട്ട് പാടൂ. അതുപോലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഞാൻ പറയാം, ആൺകുട്ടികളിലും ഇങ്ങനെ പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇങ്ങനെ ഉള്ളവരെ പ്രണയിച്ചു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ സങ്കടപ്പെട്ട് നടക്കേണ്ട കാര്യം വരല്ലേ. അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിരിക്കണം, ഒരു മെൻ്റലി ഹെൽത്തി ആയിരിക്കണം. ഹൃദയം കൊണ്ട് പ്രണയിക്കുന്നതിന് മുമ്പ് തലച്ചോറും കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, മറ്റുള്ളവരുടെ ഒരു അഭിപ്രായങ്ങൾ തേടണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ യുവജനങ്ങളെ എനിക്ക് ഒത്തിരി റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല. കാര്യം ഇതിലും വലിയ വേന്ദ്രന്മാർ ഇപ്പോഴത്തെ അപ്പച്ചനും അമ്മച്ചിമാരും. പിന്നെ നിങ്ങളെന്തിനാണ് ഞങ്ങൾ കുറ്റം പറയുന്നത്? 75, 76 അല്ലെങ്കിൽ 65, 66 വയസ്സുള്ള അപ്പച്ചൻ്റെ അമ്മച്ചിലേക്ക് ഫോൺ താഴെ വെക്കത്തില്ലല്ലോ. പിന്നെ എന്തിനാ യുവജനങ്ങളെ കുറ്റം പറയുന്നത്? കൊച്ചു പിള്ളേരെ എന്തിനാ കുറ്റം പറയുന്നത്? കൗമാരക്കാരെ എന്തിനാ കുറ്റം പറയുന്നത്? ഇപ്പം അമ്മച്ചി മൊബൈലിൽ കൂടെ അവർ സീരിയൽ കാണാൻ പഠിച്ചിരിക്കുന്നു. എന്തു വേണം? ഇപ്പം മൊബൈലിൽ കൂടെ അവർ സീരിയൽ കാണുന്ന അമ്മച്ചി അപ്പച്ചനുമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ജനത ഇങ്ങനെയാണെന്നും ഇപ്പോഴത്തെ യുവജനങ്ങൾ ഇങ്ങനെ, ഇപ്പോഴത്തെ കൗമാരം ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ എല്ലാ കാലങ്ങളിലും ഉണ്ട്. അന്ന് ഇത്രയൊന്നും സൗകര്യങ്ങളില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ. അതുകൊണ്ട് ആരും മോശമൊന്നുമില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ട. ഇവിടെയൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയും നമ്മുടെ ചില ഡിസിപ്ലിൻസും ചില വാല്യൂസും ഒക്കെ കീപ്പ് ചെയ്താണ് നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മൾക്കിവിടെ ഉണ്ടാകേണ്ടത്. അതേപോലെ ഞാൻ ലഹരിയെക്കുറിച്ചൊന്ന് പറയുകയാണ്. സ്വാഭാവികതയുടെ അതിർവരമ്പിന് അപ്പുറത്തേക്കുള്ള അനുഭൂതിയിലേക്ക് പോകുന്ന എന്തും ലഹരി തന്നെയാണ്. വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ലഹരി ഇന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതാണ് ലഹരിയിലേക്ക് ഇന്ന് പോകുന്നത്. അത് വളരെ അപകടം. ഇപ്പം 26 വയസ്സുള്ള ഒരു ഓർത്തഡോക്സുകാരൻ പറയാണ്, ഞാൻ ഇതിൻ്റെ നാർക്കോട്ടിക്കിൻ്റെ എല്ലാ മീറ്റിങ്ങിലും ഇതിൻ്റെ പ്രിവെൻറ്റീവ് പാക്കേജിലൊക്കെ ആളായിരുന്നു മിസ്സേ, പക്ഷെ ഞാനിതിൽ പെട്ടുപോയി. കൈതൊഴുതുകൊണ്ട് പറയും എന്നെ ഒന്ന് രക്ഷിക്കണം. എന്ന് ആലോചിച്ച് നോക്കി, 26 വയസ്സുള്ള ഒരു യുവാവ്, നമ്മുടെ ഓർത്തഡോക്സുകാരൻ തന്നെ. അല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇനി എനിക്ക് രക്ഷ വേണം, എനിക്കിതിൽ നിന്ന് മാറണം. എനിക്ക് പറ്റുന്ന ഹെൽപ്പ് മുഴുവൻ ഞാൻ കൊടുത്തു. വേറെ ഡോക്ടറുമായിട്ട് ക്ലബ് ചെയ്ത് ഇപ്പം മെഡിസിനൊക്കെ എടുത്ത് മുൻപോട്ട് പോകുന്നു. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടി, എന്നാ കിട്ടിയെന്നുള്ളതൊന്നും നമ്മൾ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. പറഞ്ഞെങ്കിലും നമുക്ക് ഇയാളെ ഇപ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം. ഇപ്പോൾ ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോഴും പറഞ്ഞത്, കൂടുതലൊന്നും അതിലേക്ക് അവരും പോയില്ല. ഇയാളെ ഇപ്പോൾ എങ്ങനെയും സ്വന്തം ഇഷ്ടത്തെ ഒരു ഇൻസൈറ്റോടുകൂടി കടന്നു വന്നൊരു യുവാവാണ്. ആ ആളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലെ ദൗത്യം ഇപ്പോൾ. സൈക്കോ ആക്റ്റീവായിട്ടുള്ള എന്ത് സബ്സ്റ്റൻസും വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളൊരു ഐസ്ക്രീം കുടിക്കുമ്പോൾ ഒരു 10% പ്ലഷർ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ സൈക്കോ ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 40% പ്ലഷർ, ഡോപ്പമിൻ്റെ അളവ് കൂടും. പക്ഷെ കഞ്ചാവ് പോലുള്ളത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ 60%ഓളം പ്ലഷറാണ് നിങ്ങൾക്ക് കൂടുന്നത്. നമ്മുടെ പണ്ടായിരുന്നു നമ്മൾ പറയുന്നത് അതൊരു പേഴ്സണാലിറ്റി പ്രശ്നമാണ്, അല്ലെങ്കിൽ മോറൽ വാല്യൂസിന് തകരാറാണ്. ഇപ്പം അങ്ങനെ അല്ല. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നവരെ പറയുന്നത് അതൊരു ഹെൽത്ത് പ്രോബ്ലമാണ്, ഒരു ബ്രെയിൻ ഡിസോർഡറാണ്. നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്ലാനിങ്ങും ജഡ്ജ്മെൻറ്റും മെമ്മറിയും തിങ്കിങ്ങും ഒക്കെയുള്ള ബ്രെയിൻ സിസ്റ്റത്തെയാണത് അഫക്റ്റ് ചെയ്യുന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഡെവലപ്മെൻറ്റ്സിലൊക്കെ കറക്റ്റ് പോകുന്ന ഒരാൾക്ക് വലിയ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരത്തില്ല. പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതിനകത്ത് കടന്നു വരുന്നത്. പണ്ടത്തെ പോലെ ഒരു 8-ലോ 9-ലോ ഒന്നും അല്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡ്രിങ്ക് ഒക്കെ ചോദിക്കുമ്പോൾ കുറേ കൂടെ ക്ലാസ്സൊക്കെ താഴോട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നാക്കിൽ ഈ സാധനം വെച്ചത് എന്ത് തന്നെ ആണെങ്കിലും, സിന്തറ്റിക് ആണെങ്കിലും സൈക്കോ ആക്റ്റീവ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ നാക്കിൽ വെച്ചതാണ് ഫസ്റ്റ് ഞങ്ങൾ ചോദിക്കുന്നത്. ഫസ്റ്റ് ഇൻടേക്ക് വളരെ ശ്രദ്ധിക്കണം.
ഇന്നലെ നമ്മുടെ ഒരു ഓർത്തഡോക്സുകാർ തന്നെ അമേരിക്കയിൽ നിന്ന് ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറയായിരുന്നു, ഹസ്ബൻഡ് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം മീൻസ് 3-4 ദിവസമായിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കുടിച്ച് ലെവലില്ലാതെ. അപ്പം ആ പള്ളിയിലെ അച്ഛനാണ് എൻ്റെ നമ്പർ കൊടുത്തത്. എനിക്ക് അച്ഛനെ അറിയത്തില്ല, പക്ഷേ അച്ഛനാണ് എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഒരു കൗൺസിലിംഗ് ഞാൻ പറഞ്ഞ ഇങ്ങനെ കണ്ടിന്യൂസ് പാറ്റേൺ കുടിയുള്ളവരൊക്കെ കൗൺസിലിംഗ് അല്ല വേണ്ടത്. അപ്പം അടുത്ത ആഴ്ച ഡിസംബർ കഴിയുന്ന ഉടനെ ഇല്ല ഈ തിങ്കളാഴ്ച നാളെ കല്യാണമാണ് മകൻ്റെ. അപ്പം എന്നോട് പറയും നമ്മൾ എന്ത് അത്യാവശ്യമായിട്ട് ഇമ്മീഡിയറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഒരു ആകുലത. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ 3 വർഷമായിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് എൻ്റെ മാഡം തീർച്ചയായിട്ടും നമ്മുടെ നാട് തന്നെ നല്ലത്. ഞങ്ങളൊക്കെ എന്ത് വിശ്വാസത്തിലും ശരിയാണ്, എനിക്ക് അവരുടെ മദറിനെ പോലും അറിയാം. പണ്ടത്തെ കാലത്ത് നടന്ന് പള്ളിയിൽ പോയിട്ടൊരു അമ്മയാണ്. അമ്മയുടെ ഇപ്പോഴത്തെ ദുഃഖം, ഏറ്റവും വലിയ ദുഃഖം ഈ മരുമനെ കുറിച്ചാണ് ഈ മകൾ എന്നോട് പറയുകയായിരുന്നു. നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും നമ്മുടെ ഇവിടുത്തെ കിട്ടുന്ന ആ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ എത്ര നല്ലതായിരുന്നു, എനിക്ക് പോകണ്ടായിരുന്നു ഇപ്പം തോന്നുക. പിന്നെ മക്കളെയൊക്കെ അവിടെ ആക്കി, പക്ഷേ മക്കളും ഒക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ എന്ന് വളരെ സങ്കടത്തോടെ വന്നിട്ട് ഒരാഴ്ചയായുള്ള അവരെന്നോട് പറയുകയുണ്ടായി. അപ്പം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇതുണ്ട് അദ്ദേഹത്തിന്. ഇതൊരു ഡിസോർഡർ ആണെന്ന് നമുക്കറിയാം, ഇതൊരു ഡിസീസാണെന്ന് നമുക്കറിയാം. ഇതൊരു ഡിസീസാണെന്ന് മനസ്സിലാക്കണം. ഇത് അഹങ്കാരമല്ല, ഇതൊരു ഡിസീസാണ്, രോഗമാണ്. ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ ഇത് ജീവിതാവസാനം വരെയും ഇതിൻ്റെ ആസക്തി തലയിലുണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മളിപ്പം മരുന്നെടുത്ത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇത് കൺട്രോൾ നിൽക്കുന്നേ ഉള്ളൂ. ജീവിതാവസാനം വരെയും ഇതൊരു ആസക്തി വന്നിട്ടുണ്ടെങ്കിൽ അത് മാറത്തില്ല. പക്ഷെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കൂടെ, ഫോളോ അപ്പിൽ കൂടെ, കൗൺസിലിങ്ങിൽ കൂടെ, സൈക്കോ എഡ്യൂക്കേഷനിൽ കൂടെ ഈ വ്യക്തിയെയും കുടുംബത്തെയും നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഇതും ഇട്ടുകൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഒരു അപ്പനും അമ്മയും പറയും, മിസ്സ് ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ മകനെ ഇങ്ങനെ വരുമെന്ന്. എല്ലാ അപ്പനും അമ്മയും സീറ്റിൽ വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയുന്ന ഇതാണ്. വളരെ ശരിയാണ്. മക്കളെന്ന് പ്രതീക്ഷിച്ചില്ല, അതിനുള്ള സാഹചര്യം മക്കൾക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള തിരിച്ചറിയണം. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നോ പറയേണ്ട അടുത്ത് നോ പറയാനുള്ള തൻ്റെ ഇടം ആർജിക്കും. നിങ്ങളെ ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നോ പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേരൻസിനോട് പറയണം. നിങ്ങൾ പേരൻസിനോട് പറഞ്ഞിട്ട് അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, നിങ്ങൾക്ക് എവിടെയും ധൈര്യപൂർവ്വം കയറി ചെല്ലാനുള്ള വേദികൾ ഇന്ന് ഉണ്ട് എന്നുള്ള തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങൾ ഹെൽപ്പ് എടുത്തു കൊള്ളണം. എവിടെയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് എടുത്തു കൊള്ളണം. അല്ല, നിങ്ങൾ വിശ്വസിക്കാൻ സൺഡേ സ്കൂൾ അധ്യാപികയാണ്, അവരോട് പറയാൻ നിങ്ങൾക്കൊരു അച്ഛനോട് അടുപ്പമുണ്ട്, അച്ഛനോട് പറയാം, എവിടെ നിങ്ങളൊരു ഹെൽപ്പ് എടുത്തു കൊള്ളണം. അതിന് നിങ്ങൾ ഒരിക്കലും മടിക്കേണ്ട. പലപ്പോഴും ഇതിനകത്ത് ഭീഷണികളൊക്കെ ഉണ്ടാകാറുണ്ട്. കാരിയേഴ്സ് ആണല്ലോ, കൊച്ചു കുട്ടികളാണല്ലോ കാരിയേഴ്സായിട്ട് ഇപ്പം വരുന്നത്. ഇപ്പോൾ ഒരു 6ാം ക്ലാസ്സുകാരനെ ഒരു വർഷം മുമ്പ് ഒരു കാരിയറായിരുന്നു, ഒരു 6ാം ക്ലാസ്സുകാരൻ, വെറും ഒരു 6ാം ക്ലാസ്സുകാരനാണ് കാരിയറായിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുട്ടികളോട് മദ്യത്തിൽ ചെന്ന് ചാടിയിട്ടല്ല, ഒരു 10 വയസ്സിന് മുമ്പ് തന്നെ ഇത് ബ്രെയിനിൻ്റെ ഒക്കെ പടം വരച്ചു കൊടുത്തും ഇതെങ്ങനെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസ് ഉണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുകയും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കൊടുക്കണം കുട്ടികൾക്ക്. എങ്കിലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. കുറച്ചുകൂടെ ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളെ, ശിഥിലമായ കുടുംബ പശ്ചാത്തലമുള്ള കുട്ടികളെ, ഐസൊലേഷൻ അനുഭവിക്കുന്ന കുട്ടികളൊക്കെയാണ് കൂടുതൽ ഇതിലേക്ക് പോകാനുള്ള ചാൻസ് എന്നുള്ളത് തിരിച്ചറിയുക. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു സേവനങ്ങൾ എടുക്കണം. ഇപ്പോൾ കുട്ടികൾ തന്നെ കൗൺസിലിങ്ങിന് വരണമെന്ന് പറയുന്നത് ഒത്തിരി സന്തോഷകരമായ കാര്യമാണ് ഞങ്ങളുടെ മുമ്പിൽ. മിസ്സേ കുട്ടിയാണ് പറഞ്ഞ കൗൺസിലിങ്ങിന് പറഞ്ഞത്, കുട്ടികൾ പോലും അത്ര ഒരു ലെവലിലോട്ട് എത്തുന്നുണ്ടെന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അങ്ങനെ എല്ലാ വിധത്തിലും സമഗ്രമായ വളർച്ചയാണ് കുട്ടികൾക്കുണ്ടാകേണ്ടത്. കുറേ സ്പിരിച്വാലിറ്റി മാത്രം കിട്ടിയോണ്ടാകത്തില്ല, ഒരു സമഗ്രമായ വളർച്ച നമ്മൾക്കുണ്ടാകണം. അവിടെ ഒരു സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യമുണ്ട്. ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കൊച്ചു കുട്ടികൾ ഇതിനകത്തുണ്ടല്ലോ. ഒരു രാജ്യത്തൊരു വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന് ആകാശവും ഭൂമിയും തമ്മിലുള്ള അകൽച്ച എന്തുകൊണ്ടാണെന്നും, അല്ലെങ്കിൽ കടലിൻ്റെ വ്യാപ്തി എന്താണെന്നും, ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടെന്നും, ഭൂമിയിലെ മണൽത്തരികൾ എത്രയാണെന്നൊക്കെ അറിയാവുന്ന വലിയൊരു പണ്ഡിതൻ. പക്ഷെ അയാളുടെ അറിവ് കൊണ്ട് കുറച്ച് അയാൾക്കൊരു അഹംഭാവമുണ്ട്. മറ്റുള്ളവർക്ക് അറിവില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചൊരു ഒരു പുച്ഛമുണ്ട്, കുറച്ചെല്ലാം നല്ലതായിട്ടൊരു പുച്ഛമുണ്ട്. ഒരിക്കലേ ഇദ്ദേഹം ഇങ്ങനെ ഒരു വിനോദസഞ്ചാരത്തിന് പോകാനായിട്ട് താല്പര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. അവിടുത്തെ തടാകം ലോകപ്രസിദ്ധമായൊരു തടാകമാണ്. അപ്പം ആ തടാകത്തിൽ ഒരു വള്ളത്തിൽ യാത്ര ചെയ്യാം എന്നാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരുന്നൊരു കാര്യം. അപ്പം അദ്ദേഹം ആ തടാകത്തിൽ ചെന്നു. അദ്ദേഹം പണ്ഡിതനാണല്ലോ, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണല്ലോ. അങ്ങനെ ആ തുഴയുന്ന ആളുമായിട്ട് അദ്ദേഹം വള്ളത്തേൽ ഇങ്ങനെ യാത്ര പോവുകയാണ്, പല സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. ഈ വള്ളം ഊന്നുന്ന ആളിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ശാന്തനായ ഒരാളാണ്. വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ഈ പണ്ഡിതൻ്റെ അടുത്ത് വള്ളം ഊന്നുകാരൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കാറും കോളൊക്കെ വരുന്നു, നല്ല മഴയുടെ നല്ല ഒരു കോള് വരുന്നുണ്ട്, നല്ല ഇരുണ്ട് വരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഈ വള്ളമൂന്നുകാരൻ ഈ പണ്ഡിതനോട് പറഞ്ഞു, ഇങ്ങനെ മഴ നന്നായിട്ട് കാറും കോളും വരുന്നുണ്ട്. അപ്പം ഈ പണ്ഡിതൻ്റെ മനസ്സിലായി, ഇയാൾ എന്തിനാ എന്നോട് ഇത് പറയുന്നത്, ഇയാൾ ആരാ എന്നോട് ഇത് പറയാൻ, ഇയാൾക്ക് എന്ത് യോഗ്യത. അപ്പം ഇയാളുടെ മനസ്സിലുണ്ടായിട്ട് ഇയാൾ ഈ വള്ളമൂന്നുകാരൻ ഒന്ന് കളിയാക്കി സംസാരിച്ചു. നീ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വള്ളമൂന്നുകാരൻ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നീ കെമിസ്ട്രിയും ഫിസിക്സ് ഒന്നും പഠിച്ചിട്ടില്ലേ? അപ്പം വള്ളമൂന്നുകാരൻ മൗനമായിട്ട് തല ആട്ടി പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പം നിന്റെ ജീവിതത്തിൻ്റെ കാൽഭാഗം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ഈ പണ്ഡിതൻ വള്ളമൂന്നുകാരൻ്റെ പറഞ്ഞു. പക്ഷേ വള്ളമൂന്നുകാരൻ്റെ മനസ്സിൽ ഈ കാറും കോളും ഇങ്ങനെ വരുന്നതിനെക്കുറിച്ചുള്ള ആകുലതകളാണ്. കുറച്ചുകൂടി ഇങ്ങനെ മുൻപോട്ട് പോയപ്പോൾ വലിയൊരു ഇടി, ഇങ്ങനെ മിന്നലുണ്ടായി. അപ്പോൾ ഈ പണ്ഡിതൻ എഴുന്നേറ്റ് നിന്നും ചിരിച്ചുകൊണ്ട്, ആ ഇടിമിന്നലുണ്ടാ നിന്ന കാരണം കൊണ്ടാണ്, നിനക്കതൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ വളരെ സൗമ്യമായിട്ട് വള്ളമൂന്നുകാരൻ ചിരിച്ചുകൊണ്ട് തന്നെ വള്ളമൂന്നി മുമ്പോട്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്ക് തത്വശാസ്ത്രം അറിയാവോ? അപ്പോഴും അദ്ദേഹം ഒന്നും മറുപടി കൊടുത്തില്ല വള്ളമൂന്നുകാരൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്ക് ജ്യോതിശാസ്ത്രം അറിയാവോ? ജ്യോതിശാസ്ത്രമാണല്ലോ ഈ ലോകത്തെ തന്നെ നിലനിൽപ്പിന് വേണ്ടി, അത് നിനക്കറിയത്തില്ലേ? ഓ, അപ്പം നിന്റെ ജീവിതത്തിൻ്റെ അടുത്ത കാൽഭാഗവും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും അതിഭയങ്കരമായിട്ട് മഴ ഉണ്ടായി. ഈ വള്ളം മറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വള്ളം ഇങ്ങനെ മറിയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വള്ളമൂന്നുകാരൻ പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം, ഈ ഓളങ്ങൾ വളരെ വേഗത്തിൽ വന്ന് അടുത്ത പാറക്കെട്ടിൽ ഈ വള്ളം അടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓ, നീ പറയുന്ന പോലെ ഒന്നുമല്ല, എനിക്കിതിൻ്റെ ശാസ്ത്രങ്ങളൊക്കെ അറിയാമെന്ന് അന്നേരം അദ്ദേഹം പറയുക. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും അയാളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ഒരു ഓളം അടിച്ച് വന്ന് ഈ വള്ളം മറിയുകയാണ് ചെയ്യുന്നത്. വള്ളം മറിയുന്ന സമയത്ത് രണ്ടുപേരും വള്ളത്തിൽ പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോഴും ഈ വള്ളമൂന്നുകാരനറിയാം അടുത്ത ഓളം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിരിക്കും. കാര്യം അദ്ദേഹം എന്നും ഇതിനകത്തൂടെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വളരെ ഭയങ്കരമായിരിക്കും. അപ്പോൾ പറഞ്ഞു, നീ വളരെ മുറുകെ പിടിച്ച് കിടക്കണം, ഇത് അടുത്ത ഓളം ഭയങ്കരമായിരിക്കും എന്ന് പറയുകയും അടുത്തൊരു ഓളം വന്ന് ഈ വള്ളം എടുത്തടിച്ച പോലെ ആ പാറക്കെട്ടിലേക്ക് ഇടിച്ചിട്ട് അവിടുന്ന് ആ വള്ളം പൊട്ടിപ്പോയി രണ്ടുപേരുടെയും പിടുത്തം വിട്ടുപോവുകയാണ്. അപ്പം വള്ളമൂന്നുകാരൻ ചോദിക്കുന്നുണ്ട്, പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഈ ശാസ്ത്രം പഠിച്ചിട്ടില്ലേ? അയ്യോ, എനിക്ക് നീന്തെന്ന് പറയുന്ന ശാസ്ത്രം അറിയത്തില്ല. അപ്പം വള്ളം പൊട്ടിപ്പോയി, രണ്ടുപേരും കൂടെ നീന്താൻ ശ്രമിക്കുന്നു. പക്ഷെ വള്ളമൂന്നുകാരൻ നീന്തി പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, സാറേ, ഈ ശാസ്ത്രമായിരുന്നു ഇവിടെ നമുക്ക് വേണ്ടത് പഠിക്കേണ്ടത്. സാർ ഈ ശാസ്ത്രം പഠിക്കാത്തതുകൊണ്ട് സാറിൻ്റെ ജീവിതം തന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് പറഞ്ഞ് ആ വള്ളമൂന്നുകാരൻ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മളുടെ ഇന്നത്തെ ഒരു തീം അല്ലേ, ജോൺ 3:30 ആയിരുന്നു ഇന്നത്തെ നമ്മുടെ തീം എന്നുള്ളത്. ആ തീം വെച്ച് നോക്കുമ്പോൾ ഈ കഥയൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അവൻ വളരണം, ഞാൻ കുറയണം. യു മസ്റ്റ് ഇൻക്രീസ്, ഐ മസ്റ്റ് ഡിക്രീസ്ഡ്. ശരിക്കും അതിൻ്റെ ആ വേദഭാഗത്തിൽ ആദ്യം നമുക്ക് നോക്കുമ്പോൾ നിക്കോദീമോസും കർത്താവോടുള്ളൊരു സംഭാഷണമാണ് മനസ്സിലാകുന്നത്. കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴാണ്, നമ്മൾ രണ്ടാം പാരഗ്രാഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ആരോ മറ്റൊരു യഹൂദൻ അവിടെ ഒരു ഇത് മാമോദീസ നടത്തുന്നു, അല്ലെങ്കിൽ നടത്തുന്നതിനെ കുറിച്ച് എന്തോ അവിടെ പറയുന്നുണ്ട്. ആ സമയത്താണ് യോഹന്നാൻ സ്നാപകൻ ഈ വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞപ്പോഴും ശരിയാണ്, നമ്മളുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വളരണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചിന്ത. പക്ഷെ സൈക്കോളജിയിൽ അങ്ങനെയല്ല. ഞാനും വളരണം, നീയും വളരണം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളും കർത്താവിൻ്റെ തമ്പുരാൻ്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് ആ വ്യക്തിയെ വിട്ടിരിക്കുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊച്ചിലെ മുതൽ കുഞ്ഞുങ്ങൾ വളർത്തിയെടുത്തിരിക്കണം. നിറത്തിലോ സൗന്ദര്യത്തിലോ തൂക്കത്തിലോ പൊക്കത്തിലോ കുടുംബ മഹിമയിലോ ഒന്നുമല്ല. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളും അതെന്തുമായിക്കോട്ടെ, ഏത് തരമായിക്കോട്ടെ, ഏത് വിഭാഗമായിക്കോട്ടെ, ആ ക്രിയേഷനും ഇവിടെ അമൂല്യതയുണ്ട്, പൂർണ്ണതയുണ്ട്. ഈ പ്രകൃതിയിലെ നമ്മൾ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ആ ആളിനോടൊരു വലിയ സ്ഥാനമുണ്ടെന്ന് തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം.
അങ്ങനെ വേണം നമ്മൾ വളരാൻ എന്നുള്ളത് കുഞ്ഞുങ്ങളോട് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ള. നിങ്ങൾ സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവി വാഗ്ദാനങ്ങളാണ്. എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ എക്സാം ഫിയറോ ഫോബിയാസോ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ തിങ്കിങ്ങും വരുന്നു, ആക്ഷൻ വരുന്നു, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, സ്ലീപ്പ് ഡിസോർഡേഴ്സ് വരുന്നു, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ വളരുമ്പം മാറും എന്ന് പേരൻസും ധരിച്ചിരിക്കല്ലേ, കുട്ടികളും ധരിച്ചിരിക്കല്ലേ. ഒരു മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സേവനം അവിടെ എടുത്തുകൊള്ളണം. നിങ്ങളുടെയൊക്കെ വിചാരം ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ, ചിലപ്പോൾ കൗൺസിലിംഗ് വരുമ്പോൾ ചില കേസ് സൈക്കാട്രിസ്റ്റ് തന്നെ റെഫർ ചെയ്യണം. ഇപ്പം നമ്മുടെ കാലൊടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ എന്നാൽ കാല് കൂടത്തില്ല. നമ്മൾ അതിന് വേണ്ടി ഡോക്ടറെ കാണണം, അത് എക്സ്റേ എടുക്കണം, പ്ലാസ്റ്റർ ഇടണം, പല പ്രോസസ്സ് കൂടെ പോകണം. എന്ന് പറഞ്ഞ പോലെ ഈ ബ്രെയിൻ എത്രയോ കോടാനുകോടി ന്യൂറോൺസ് ഉള്ളൊരു ബ്രെയിനാണ്. അതിനകത്ത് ചില താളങ്ങൾ തെറ്റാം, ചിലപ്പോൾ ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസ് വരാം. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസും നല്ല സൈക്കാട്രിസ്റ്റ് ഉണ്ട്, നല്ല കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും സേവനം എടുക്കണം. ഇത് അങ്ങേ അറ്റമാക്കി കൊണ്ടുവന്ന് ഇപ്പം വന്നിട്ടുണ്ട്. 25 വയസ്സുകാരി ഇതുപോലെ പ്രണയത്തിൻ്റെ നൂലാമാലയിൽ കിടക്കുന്നു. +2 പഠിക്കുമ്പോഴേ ഇവിടെ പ്രണയിച്ചിട്ട് ആ അമ്മ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന അമ്മ +2 പഠിക്കുമ്പോഴേ വന്ന് പെണ്ണ് ചോദിച്ച് ഓൾറെഡി അമ്മ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ഇപ്പോൾ 25 വയസ്സുകാരി അമ്മയുടെ 7 പവനും കുറേ പൈസയും കൊടുത്തേക്കാം. അതിന് ഓൾറെഡി അമ്മ 2 കേസ് പറഞ്ഞ് രണ്ടാമത്തെ കേസ് ഇപ്പം നടക്കുകയാണ്. എന്നിട്ടും ഈ പെൺകുട്ടി സ്റ്റിൽ അവനെ പ്രണയിച്ചുകൊണ്ട് തന്നെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പം പ്രണയത്തിനല്ല, ഈ കുട്ടിയുടെ സ്വഭാവ രീതി, പ്രകൃതം, വാശി, നല്ല വാശിയുള്ള ആളാണ്, പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരാളാണ്, അതേപോലെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്, എടുത്തുചാട്ടം വളരെ കൂടുതലുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോവുക തന്നെ വേണം. വളരുമ്പം മാറത്തില്ല, കല്യാണം കഴിച്ചു കൊടുത്താൽ മാറത്തില്ല. ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം. അതിന് ഒരു മടിയും വേണ്ട. മോഡേൺ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം കഴിക്കണമെങ്കിൽ അത് കഴിച്ചുകൊണ്ട് സ്കൂളിലും ജോലിക്കും ഒക്കെ പോകുന്ന പലരെയും നമുക്കറിയാം. നമ്മുടെ ഒരു ധാരണ ഇത് ഒളിച്ചു വെക്കുക, മറച്ചു വെക്കുക, എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വളരെ സങ്കീർണമാകും. അതുപോലെ ഡിപ്രഷനും വിഷാദവും ഞാൻ കറക്റ്റ് പറയാം. കൊച്ചു പിള്ളേരിൽ പോലും വിഷാദ രോഗാവസ്ഥയുണ്ട്. അവർ ഉറക്കത്തിൻ്റെ താളം തെറ്റുന്നു, മൂഡ് സ്വിങ്സ് മാറുന്നു, അവരുടെ ഇൻട്രസ്റ്റ് മാറുന്നു, വിഷമം വളരെ കൂടുതലാകുന്നു, പഠിക്കാനൊരു മൂഡ് കാണത്തില്ല. അത് കുറേ 2-3 ആഴ്ചയോളം അങ്ങനെയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള സേവനം അവിടെ എടുക്കണം. വളരുമ്പം മാറുമെന്ന് വിചാരിക്കല്ലേ. പിന്നെ ജനറ്റിക് ഫാക്ടർ ചിലർക്ക് നന്നായിട്ട് കിടപ്പുണ്ട്. ഈ മദ്യത്തിലൊക്കെ ജനറ്റിക് ഫാക്ടർ പാരമ്പര്യം വളരെ ഒരു ഘടകമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം ഏത് കാര്യങ്ങളും. അപ്പം അങ്ങനെയൊക്കെ നോക്കി നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് നല്ല മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും അവരെ ഏറ്റവും നല്ല കളർഫുള്ളായിട്ട് പറന്നു പോകാനും ഒക്കെ അവരെ അനുവദിക്കണം. അല്ലാതെ മക്കളെ വളർത്തി നാളെ അവരിൽ നിന്ന് ഇങ്ങോട്ട് എന്തോ കിട്ടുമെന്നല്ല നമ്മളാരും നോക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിലെ അവസാനത്തേക്ക് വരിക ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരങ്ങളല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടുണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസരം തന്ന അഭിമന്യ തിരുമേനിയോടും ബിജുവച്ചനോടും മറ്റ് ഭാരവാഹികളോടും ഒക്കെയുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ ഇത്രയും ഓർത്തതിന് വെച്ചാൽ മതി. there are no perfect parents, there are no perfect children, but there are more beautiful and perfect moments നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാം തികഞ്ഞ അച്ഛനെയും അമ്മയോ എല്ലാം തികഞ്ഞ മക്കളെയൊന്നും കിട്ടത്തില്ല, പക്ഷെ നല്ല നല്ല മൊമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ആ നല്ല നല്ല മൊമെൻറ്റ്സിനെ എടുത്ത് മുൻപോട്ട് പോകുക. അതുപോലെ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേഷൻ, ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ 5 മിനിറ്റ് വെറുതെ നിങ്ങളൊന്ന് നിങ്ങളുടെ ചെയറിലൊന്ന് ഇരിക്കുക. എല്ലാ ദിവസവും വെറുതെ ഒന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടൊന്ന് ഇരിക്കുക. നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. ഇത്രയേ ഉള്ളൂ. കണ്ണുകൾ അടച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ബ്രീത്തിലൊന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ മതി. കാര്യം ബ്രീത്തിൽ ശ്രദ്ധിക്കുമ്പോൾ പുറത്തോട്ടുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ ചിന്തകളിലേക്ക് ശ്രദ്ധ പോകുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും ആ ശ്രദ്ധയെ ശ്രദ്ധാപൂർവം കാരുണ്യപൂർവ്വം തിരിച്ച് നമ്മുടെ ബ്രീത്തിൽ മാത്രം കൊണ്ടുവന്നാൽ മതി. ഒരു 5 മിനിറ്റ് എല്ലാ ദിവസവും എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെയ്യിക്കണം. വലിയവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രീത്ത് ശ്രദ്ധിക്കുമ്പോൾ പുറത്തോട്ട് പോകും നമ്മുടെ ശ്രദ്ധ. പല കാര്യം നമ്മുടെ മനസ്സിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മനസ്സാണല്ലോ. ഇപ്പോഴും ഇങ്ങനെ കടിഞ്ഞാനിട്ട് നിർത്താൻ നമുക്ക് പാടാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധ മാറിപ്പോകുമ്പോൾ തിരിച്ച് നമ്മുടെ ബ്രീത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ഒരു 5 മിനിറ്റ് ചെയ്യുക. കണ്ണ് തുറക്കുക. അതിനുശേഷം കണ്ണ് തുറന്നിട്ട് നമ്മുടെ ഫീലിങ്സ് എന്തായിരുന്നു, നമ്മുടെ ഇമോഷൻസ് എന്തായിരുന്നു, നമ്മുടെ വിഷ്വൽസ് എന്തായിരുന്നു, നമ്മുടെ തിങ്കിങ് എന്തായിരുന്നു, അതിനെ തിരിച്ചറിയുക. അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ ആ അവസ്ഥയെ, ഇത് ചെയ്തു കഴിഞ്ഞുള്ള അവസ്ഥയെ തിരിച്ചറിയുക.
ഇത് എല്ലാ കുട്ടികളെയും ഇത് ചെയ്യിക്കണം. ഇതുകൊണ്ട് കോൺസെൻട്രേഷന്, അറ്റൻഷന്, മെമ്മറി, ഇമോഷൻ ബാലൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ ഒരു സമഗ്രമായി വളർത്തിക്കൊണ്ട് ഏറ്റവും നല്ല കുട്ടികളായിട്ട്, ഏറ്റവും നല്ലതെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആത്മവിശ്വാസമുള്ള കുട്ടികളാണ് ഞാൻ ഈ നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ മുൻപോട്ട് പോകാൻ, ജീവിതത്തിന് A+ കിട്ടണം, അല്ലാതെ പഠനത്തിലല്ല A+ കിട്ടുന്നത്. അങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നല്ല നല്ല സംഭവങ്ങളും പുതിയ പുതിയ കാഴ്ചപ്പാടുകളും സഭയ്ക്കുമൊക്കെ പുതിയ പുതിയ നേതാക്കളെയൊക്കെ നമുക്കിനി അങ്ങനെയൊക്കെയുള്ള പുതിയ ജനറേഷൻ വളർന്നു വരുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ സഭയിൽ ഉണ്ടാകട്ടെ. അതിന് കുട്ടികളെ പ്രാപ്തരാക്കുന്ന മാതാപിതാക്കളും ആത്മീയ ഗുരുക്കന്മാർക്കും അധ്യാപകർക്കും അതിനിടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി വിളിച്ചതിനുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.